രാത്രി എപ്പോഴും രാത്രി നമ്മൾ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചാടി അടിക്കുക കേട്ടോ. ചറപറ കുറെ മെസ്സേജ് വന്നാൽ ചാടി അടിക്കോ? ഇല്ല ഇല്ല, എഴുന്നേക്കോ? രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ് കേട്ടോ. രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗിനകത്ത് ഈ പറഞ്ഞ എല്ലാ റെക്കോർഡിങ്സും നോട്ട്സും ആ പറഞ്ഞ ഗ്രൂപ്പ് കേട്ടോ. ആ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ എല്ലാ റെക്കോർഡും നോട്ട്സും കൃത്യമായി തന്നെ കറക്റ്റ് ഓർഡറിൽ இந்த ഗ്രൂപ്പിൽ വരും. രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ. ഓക്കെ, പാരാത്രി ഉറങ്ങുമ്പോ നല്ല ഉറക്കമായിരിക്കും. അപ്പോഴായിരിക്കും ചറപ്പറ മെസ്സേജ് ഇടുന്നത്. ശരിയല്ല ചോടി? ആ ഒരു ഹസ്ബൻഡ് നോക്കും ആരാ മെസ്സേജ് രാത്രി അല്ലെ? ആണോ? ആ ഹസ്ബൻഡ് നോക്കാറില്ല. ഹസ്ബൻഡ് നോക്കും രാത്രി ആരാ എന്റെ വൈഫിന് ഇത്രയും മെസ്സേജ് അയക്കുന്നത്? ആരായിരിക്കും? ഒന്നല്ല, 10 അല്ല, 50, 100 അല്ല, ഇത്രയും മെസ്സേജോ ഇവൾക്കോ? ആരയക്കാൻ? ഞാൻ അയക്കുന്നില്ല, പിന്നെ ആരാ? ഞാനേ അയക്കുന്നില്ല, ഞാൻ വേറെ ആരയക്കും? ആരയക്കും? ആരെയുണ്ടോ? ഞാൻ അയക്കും. ഓക്കെ, അതുകൊണ്ട് സൈലന്റ് ആക്കി കേട്ടോ. രാത്രി ഫോണില്ലേ? ഇന്ന് രാത്രി ഫോൺ മിക്കവാറും സൈലന്റോ അല്ലെ പ്രശ്നമോ? ഇടുമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. എന്താ നെറ്റ് ഓഫ് ചെയ്തിരിക്കും അല്ലേ? അത് ബുദ്ധിയുള്ള ആൾക്കാരാ. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ നെറ്റ് ഓഫ് ചെയ്യില്ലേ? നല്ല ബുദ്ധിയുള്ള ആൾക്കാർ നെറ്റ് ഓഫ് ചെയ്യും. മനസ്സിലാകുന്നുണ്ട്. ബുദ്ധിയുള്ള ആൾക്കാർ നെറ്റ് ഓഫ് ചെയ്യും. മനസ്സിലാകുന്നുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അത് ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ നെറ്റ് ഓഫ് ചെയ്യുന്ന? വേറെ ഉണ്ടോ? 10 മണിക്ക് ശേഷം നെറ്റ് ഓഫ് ചെയ്യാൻ ഉണ്ടോ? ആരെങ്കിലും? പഠിക്കാൻ വേണ്ടിയല്ലേ ഓഫ് ചെയ്യണ്ട? പഠിക്കാൻ വേണ്ടി ഓഫ് ചെയ്യണ്ട. പഠിക്കാൻ വേണ്ടി ഒരിക്കലും ഓഫ് ചെയ്യട്ടോ. പഠിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്യോടെ? ഇതിന്റെ പീഡിയാട്രിക് സ്റ്റോപ്പ് ചെയ്യോടെ? ദ പീഡിയാട്രിക് നഴ്സിംഗിൽ എവിടെ സ്റ്റോപ്പ് ചെയ്തു? ലാസ്റ്റ് ക്ലാസ്സിൽ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ ഏത് സ്റ്റോപ്പ് ചെയ്തു? ലാസ്റ്റ് ക്ലാസ്സിൽ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ ആ ടീത്ത് പഠിച്ചോടെ? ടീത്ത് പഠിച്ചോടെ? പഠിച്ചോ? ഈ ഒരു ചോദ്യമുണ്ട്. പഠിച്ചില്ലേ? പഠിച്ചു. അതെല്ലാം പഠിച്ചു. ടീത്ത് പഠിച്ചു. അഡൽട്ടിൽ ഫസ്റ്റ് വരുന്ന ദ ടീത്ത് ഏതാ? മോളാർ ആണോ? പ്രീ മോളാർ ആണോ? ക്യാൻസർ ആണോ? ഏതാ? അഡൽട്ടിൽ ഫസ്റ്റ് വരുന്ന ടീത്ത് ഏതാ? ഫസ്റ്റ് മോളാർ അല്ലേ? മോൾ ഫസ്റ്റ് മോളാർ. അത് ഒരു കഴിഞ്ഞ ദിവസം പഠിച്ചു. സോ ഇന്ന് നമ്മൾ ഇത് പീഡിയാട്രിക് നഴ്സിംഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഇന്ന് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആണ്. ഇന്ന് നമ്മൾ ദ പീഡിയാട്രിക് നഴ്സിംഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ദ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആണ്. എല്ലാ എക്സാമിനും ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. കണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ഓർമ്മിക്കുക. കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെയാണോ പറഞ്ഞത്? ഞാൻ കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെയാണോ കുഞ്ഞുങ്ങൾ പറഞ്ഞത്? അല്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുക. ദ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് പഠിക്കുമ്പോൾ നിങ്ങളല്ല കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓർമ്മയുണ്ടോ? ആരെങ്കിലും ദ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും കുഞ്ഞുങ്ങളിൽ എപ്പോഴും ദ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സും ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് ഓർമ്മയുണ്ടോ? ആൻഡ് ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ് എന്നീ 3 പേരിട്ടുണ്ടെങ്കിലും ദ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ് എന്നീ കേട്ടിട്ടില്ലേ? ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. അവിടെയാണ് ചോദ്യം വരുന്നത് കാര്യം
സോ ദ ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺസിനകത്ത് ഒന്നും എഴുതരുതേ ഞാൻ കേൾക്കുക ഫുള്ള് മലയാളം പറഞ്ഞു തരും, കേട്ട് പഠിക്കുക. സോ ദ ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺസിനകത്ത് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ്. അത് കിട്ടിയോ? ഹെഡിങ് കിട്ടിയോ? ദ ഗ്രോസ് മോട്ടോർ ദ ഡെവലപ്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത് എന്ന് കിട്ടിയോ? പേര് കിട്ടിയോ? ആദ്യമായിട്ട് ദ ഡെവലപ്മെന്റ് മൈൽസ്റ്റോൺസിനകത്ത് ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് പഠിക്കാൻ ഒരു പേര് കിട്ടിയോ? എന്താണെന്ന് പറയുന്നില്ല, പേര് കിട്ടിയോ? ഈയിടെയായിട്ട് കുറെ ട്രോളുകൾ ഉണ്ടോ? ഞാൻ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നു, അത് കേട്ടോ ഇത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ട്രോളുകൾ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളാണോ? അത് കേട്ടോ ഇത് കേട്ടോ, വീണ്ടും വീണ്ടും പറയുന്നു, അത് കേട്ടോ ഇത് കേട്ടോ, പറയണോ അങ്ങനെ? നിങ്ങൾ ട്രോൾ പറയും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ തന്നെയാണ് അതൊക്കെ. സോ എന്താണ്? സൗണ്ട് കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആണ് എല്ലാവർക്കും? സൗണ്ട് ക്ലിയർ ആണല്ലോ, കേൾക്കാമല്ലോ? കേൾക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ് ഈ പറഞ്ഞ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്താണ്? എക്സാമിൽ ചോദിക്കും, ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു ചോദ്യം എല്ലാ എക്സാമിലും സ്ഥിരമായി ചോദിക്കും. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ചോദ്യം എല്ലാ എക്സാമിലും സ്ഥിരമായി ചോദിക്കും. എന്താണ് ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? പേര് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? ആരോ സവിത പറഞ്ഞു, ധനുഷ പറഞ്ഞു, നെക്സ്റ്റ് പേര് പറയുമ്പോൾ തന്നെ ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ ദ മസിൽസ് ഉപയോഗിച്ചിട്ടാണോ? ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മസിൽസ് യൂസ് ചെയ്തിട്ടാണോ? ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പേര് പറയുമ്പോൾ തന്നെ മസിൽസ് യൂസ് ചെയ്തിട്ടാണോ? ഗുഡ് ഈവനിങ്. ആണോ? വലിയൊരു കാര്യങ്ങൾ എപ്പോഴും ഇരിക്കുക, കിടക്കുക, നിൽക്കുക, ഒരു സൈഡിലേക്ക് തിരിയുക, നടക്കുക, എല്ലാം ഇന്ന് മോട്ടോർ ആണോ? ആണോ? നമ്മൾ എഴുന്നേൽക്കുക, ആ കുട്ടി എഴുന്നേൽക്കുക, കിടക്കുക, ഒരു സ്ഥലത്ത് തിരിയുക, നടക്കുക, മോട്ടോർ ഡെവലപ്മെന്റ് ആണോ? ആണ്. ഇതെല്ലാം നമ്മളിത് ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുത്ത് ചെയ്യുന്നത്, ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുത്തല്ലേ ചെയ്യുന്നത്, അല്ലേ? ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുത്ത് ചെയ്യാം, ശരിയാണ്. അപ്പോ അവിടെ ഒരുപാട് ഇന്ന് മസിൽസ് ഗ്രൂപ്പ്സ് ചേർന്ന് വരുന്നത്, അവിടെ ഒരുപാട് മസിൽസ് ഗ്രൂപ്പ്സ് ചേർന്നല്ലേ ഈ ഒരു ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഒരുപാട് മസിൽ ഗ്രൂപ്പ്സ് ചേർന്ന് ചെയ്യുന്ന ഡെവലപ്മെന്റ് എന്താ? ഗ്രോസ് മോട്ടോർ അല്ലേ? ഒരുപാട് മസിൽ ഗ്രൂപ്പ്സ് ചേർന്ന് ചെയ്യുന്ന ഡെവലപ്മെന്റ് ഏതാ? ഏ ഡെവലപ്മെന്റാ? ഗ്രോസ് മോട്ടോർ അല്ലേ? അല്ലേ? ഇത്രയും ക്ലിയർ? യെസ്, കിട്ടിയാണ്. ഇത് കിട്ടിയല്ലോ, കിട്ടി. ഈ രണ്ട് കാര്യം നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് പഠിക്കുമ്പോൾ എപ്പോഴും ഇത് പ്രായം അനുസരിച്ച് പഠിക്കുന്നത്, എപ്പോഴും ഈ പറയും ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചല്ലേ പഠിക്കുന്നത്. എപ്പോഴും ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് പഠിക്കുമ്പോൾ ഓരോ പ്രായം അനുസരിച്ച് പഠിക്കുന്നത് ആണ്. നോക്കാം. ഫസ്റ്റ് ആദ്യ 2 മാസം എങ്ങനെയാ? ഫസ്റ്റ് ആദ്യത്തെ 2 മാസം എന്തൊക്കെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്? ഒരു കുട്ടിയുടെ ഫസ്റ്റ് 2 മാസം എന്തൊക്കെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും? ഇത് പഠിച്ച ശേഷം ഞാൻ ഒരു ചെറിയ ചാർട്ട് കൊണ്ട് കേട്ടോ, പഠിച്ചിട്ടെ ഞാൻ എപ്പോഴും ഇത് കമ്മ്യൂട്ട് ചെയ്യുമ്പോലെ സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉണ്ടോ? ഞാൻ എപ്പോഴും ഇത് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ അറിയാലോ, ഈ കാര്യങ്ങളെല്ലാം ചെറിയ ചാർട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചില ടോപ്പിക്കുകൾ ഞാൻ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കി തരും. വായിക്കൂ, കാരണം നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി കേട്ടോ. നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ചാർട്ട് പോലെ ചെയ്തു തരും. ഓക്കെ അല്ലേ?
യെസ്, വായിക്കുമല്ലോ, വായിച്ചാൽ മതി. സോ ആദ്യം ഇത് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് നോക്കുമ്പോൾ ഫസ്റ്റ് മാസം അവിടെ എന്ത് ഗ്രോസ് മോട്ടോർ ഉണ്ടാകുന്നതാണ്. ഫസ്റ്റ് 2 മാസം, ആദ്യ 2 മാസം അവിടെ എന്ത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? ഒരു കുട്ടിയുടെ എന്തുണ്ടായിരിക്കും? എന്തുണ്ടായിരിക്കും? ഉത്തരം പറയുക. അറിയാം, നിങ്ങൾക്ക് അറിയാം. ആദ്യ 2 മാസം എന്തുണ്ടായിരിക്കും? ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ, ആ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ആ ഒരു കുഞ്ഞിനെ എടുത്തു നടക്കുമ്പോൾ ആ ഒരു ഹെഡ് ഹോൾഡ് ചെയ്യുമോ? ഇത് ഹെഡ് ഹോൾഡ് ചെയ്യുമോ? സ്റ്റഡി ആയിട്ട് ഹെഡ് ഹോൾഡ് ചെയ്തപ്പോഴാ ഫസ്റ്റ് 2 മാസമാണോ? സ്റ്റഡി ആയിട്ട് കുഞ്ഞിന്റെ ഹെഡ് സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് 2 മാസമല്ലേ? കുഞ്ഞിന്റെ ഹെഡ് സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാ? ആദ്യത്തെ 2 മാസമല്ലേ? സോ ഇൻ ദ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിനകത്ത് ഫസ്റ്റ് 2 മാസത്തിൽ പ്രത്യേകം എന്താ? 2 മാസം ആകുമ്പോൾ കുഞ്ഞിന്റെ ഹെഡ് സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കിട്ടിയോ? പക്ഷെ അവിടെ സ്റ്റഡി ആയിട്ടെന്ന് പറയുമ്പോൾ ചെറിയൊരു ഇതുണ്ടോ? ലാഗ് ഉണ്ടോ? ഇങ്ങനെ 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 ലാഗ് ഉണ്ടോ? 2 മാസം സ്റ്റഡി ആയിട്ടെന്ന് പറയുമ്പോഴും ചെറു ലാഗ് ഉണ്ടോ? ഇങ്ങനെ തല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോടെ? സ്റ്റഡി ആണെന്ന് പറയുമ്പോഴും ലാഗ് ഉണ്ടോ? ഉണ്ടല്ലേ? 2 മാസമാകുമ്പോൾ ഹെഡ് സ്റ്റഡി ആണെന്ന് പറയുമ്പോഴും 2 മാസമാകുമ്പോൾ ഹെഡ് സ്റ്റഡി ആണെന്ന് പറയുമ്പോഴും ചെറു ലാഗ് ഉണ്ടായിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ലാഗ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ലാഗ് മാറുന്നപ്പോഴാ, ഹെഡിന്റെ ലാഗ് മാറുന്നപ്പോൾ ചോദ്യം വരും. ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എക്സസൈസ് ചോദിക്കുന്നതാണ്. 3 മാസമാകുമ്പോൾ ഹെഡിന് ലാഗ് ഒന്നും ഉണ്ടാവില്ല. 3 മാസമാകുമ്പോൾ ഹെഡിന് ലാഗ് ഒന്നും ഉണ്ടാകില്ല. സോ ഫസ്റ്റ് 2 മാസം പ്രത്യേകം എന്താ? ഫസ്റ്റ് 2 മാസമാകുമ്പോൾ ഹെഡ് സ്റ്റഡിയായി വെക്കാൻ പറ്റും. പക്ഷെ ഒരു ലാഗുമില്ലാതെ ഹെഡ് സ്റ്റഡിയായി വെക്കുന്നപ്പോഴാ 3 മാസമല്ലേ? ഫസ്റ്റ് 2 മാസമാകുമ്പോൾ ഈ പറഞ്ഞ ഹെഡ് സ്റ്റഡിയായി വെക്കും എന്ന് പറയുമ്പോഴും ഒരു ലാഗുമില്ലാതെ ഹെഡ് സ്റ്റഡിയായി വെക്കുമ്പോഴാ 3 മാസമാണ്. ഒരു ലാഗുമില്ല. അറിയാമല്ലോ, അറിയാമല്ലോ. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? അതേ ഉള്ളൂ അല്ലേ? ഓരോ എക്സാം കഴിയുമ്പോറും കുട്ടികളുണ്ടോ? ഓരോ എക്സാംസും കഴിയുന്തോറും കുട്ടികളുണ്ടോ? ഉണ്ട്. ഉണ്ടോടെ? ഓരോ PSC എക്സാം കഴിയുന്നതോറും കുട്ടികളുണ്ടോ? അറിയില്ല. ഉണ്ടോ? അതേ ഉള്ളൂ സാർ, അങ്ങനെ പറയല്ലോ. അതേ ഉള്ളൂ അല്ലേ? ചോദിക്കട്ടെ, ഇത് ഹെഡിന്റെ ഇത് ലാഗ് ഇല്ലാത്ത എപ്പോഴാ? ഹെഡിന്റെ ഇത് ലാഗ് ഇല്ലാത്ത അവസ്ഥ 2 മാസമാണോ 3 മാസമാണോ? ആ കുട്ടിക്ക് ഹെഡിന്റെ ലാഗ് ഇല്ലാതെ വരുന്നത് 2 മാസമാണ് 3 മാസം? 3 ദിവസം. പക്ഷെ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. ആ കുട്ടി, എനിക്ക് ഒരു കൈയുണ്ട്, എനിക്ക് കാലുണ്ട്, എനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് കുഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്നപ്പോഴാ എനിക്ക് കൈയുണ്ട്, എനിക്ക് കാലുണ്ട് എന്ന് ആ ഒരു കുട്ടി ഐഡന്റിഫൈ ചെയ്യുന്നത് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. കാലുണ്ട്, കൈയുണ്ട് എന്ന് എനിക്ക് ഇതുകൊണ്ട് പലതും ചെയ്യാം. ആ പൗഡർ ബോട്ടിൽ എടുത്ത് എറിയാം, കാണുന്നെല്ലാം വലിച്ചെറിയാം. എപ്പോഴാണ് എനിക്ക് കൈയുണ്ട് കാലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി കണ്ടുപിടിക്കുന്നത് എപ്പോഴാ? 3ാമത്തെ മാസമല്ലേ? എനിക്ക് കൈയുണ്ട്, എനിക്ക് കാലുണ്ട്, ഇതുകൊണ്ട് പലതും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഐഡന്റിഫൈ ചെയ്തപ്പോഴാ? 3ാമത്തെ മാസമാണ്. 3ാമത്തെ മാസം എന്തൊക്കെയുണ്ട്? ഹെഡ് ഒന്ന് ലാഗ് ചെയ്യാറ് അല്ലേ? ആ ഹെഡ് ലാഗ് ചെയ്യാതാവുകയും ആ കുട്ടി എന്താണ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ അല്ലേ? എനിക്കൊരു ഇപ്പൊ കൈകളുണ്ട്,
കാലുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ വരുന്നപ്പോഴാ 3-ാമത്തെ മാസമാണ്. കിട്ടിയോ? എനിക്ക് കൈയുണ്ട്, എനിക്ക് പലതും ചെയ്യാം. ഇതെപ്പോഴും വരുന്നത്? ഈ കൈയുണ്ട്, കാലുണ്ട്, അതുകൊണ്ട് പലതും ചെയ്യാമെന്ന് കുട്ടി ഐഡന്റിഫൈ എപ്പോഴാ? ചോദ്യം വരും. ദ സെൽഫ് ദ ഡിസ്കവറി ഓഫ് ഹാൻഡ്സ് എപ്പോഴാ? 3-ാമത്തെ മാസമാണെന്ന കാര്യം ഒരിക്കലും മറക്കാതെ. എക്സാമിന് ഓർമ്മയിരിക്കാത്ത കാര്യമില്ലേ? എക്സാമിന് ഓർമ്മയിൽ ഇരിക്കാത്ത കാര്യമാണ്. 3-ാമത്തെ മാസമാണ് ദ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹാൻഡ്സ് വരുന്നത്. ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആയോ? 2 മാസം 3 കിട്ടിയോ? നെക്സ്റ്റ് 4-ാമത്തെ മാസം. സെക്കൻഡ് മാസം ആ ഹെഡ് ആണെന്ന് പറഞ്ഞില്ലേ? സെക്കൻഡ് മാസം ആ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? 2-ാമത്തെ മാസം പറഞ്ഞില്ലേ? പറഞ്ഞു. ആ നെക്കിന്റെ ഇത് റിഫ്ലക്സ് എപ്പോ വരും? ആ നെക്കിന്റെ റിഫ്ലക്സ് വരുന്നപ്പോഴാ? ആ ഹെഡ് കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിഫ്ലക്സ് വരുന്നപ്പോഴാ? ദ നെക്ക് റിഫ്ലക്സ് അപ്പിയർ ചെയ്തപ്പോൾ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ദ നെക്കിന്റെ റിഫ്ലക്സ് അപ്പിയർ ചെയ്യുന്നപ്പോഴാ? 4-ാമത്തെ മാസമല്ലേ? ദ നെക്കിന്റെ റിഫ്ലക്സ് അപ്പിയർ ചെയ്യുന്നപ്പോഴാ? 4-ാമത്തെ മാസം അല്ലേ? ആ ഹെഡ് കുഞ്ഞിന് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നപ്പോഴാ? ഹെഡ് കുഞ്ഞിന് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നപ്പോഴാ? ചോദ്യം വരെ ആ ഒരു ഹെഡ് കുഞ്ഞിന് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏത് മാസത്തില? 4-ാമത്തെ മാസമല്ലേ? സെക്കൻഡ് മന്തിൽ ആ ഹെഡ് സ്റ്റഡി ആണെങ്കിലും അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മന്തിൽ ഹെഡ് സ്റ്റഡി ആണെങ്കിലും അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മന്തിൽ ഹെഡ് സ്റ്റഡി ആണെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും? ഇല്ല, പറ്റില്ല. ചരിഞ്ഞു അല്ലേ? അറിയാം ആർക്ക്? അനുഭവമുണ്ടോ? അനുഭവമുണ്ടോ? തന്റെ കുഞ്ഞുങ്ങൾ എക്സാമ്പിൾ അതാണ്. എന്തുകൊണ്ടാ? റിഫ്ലക്സിലൂടെ റിഫ്ലക്സിലല്ലോ. പക്ഷേ ഒരു 4 months ആവുമ്പോ റിഫ്ലക്സ് വരും. അപ്പൊ ഹെഡ് എന്ത് ചെയ്യും? ആ ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഹോൾഡ് ചെയ്യാൻ പറ്റും. അവ ചോദിക്കും ഇത് നെക്കിന്റെ റിഫ്ലക്സ് വരുന്നപ്പോഴാ? നെക്കിന്റെ റിഫ്ലക്സ് അപ്പിയർ ചെയ്യുന്നപ്പോഴാണ്? 4-ാമത്തെ മാസമാണ്. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം ഇതാണ്. നെക്കിന്റെ റിഫ്ലക്സ് അപ്പിയർ ചെയ്യുന്നപ്പോഴാ? ചോദ്യം വരും. പറഞ്ഞേ എപ്പോഴാ? 4 മാസം അല്ലേ? വീണ്ടും ചോദ്യം വരും. ആ ഹെഡ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നപ്പോഴാ? ഹെഡ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നപ്പോഴാ? 4-ാമത്തെ മാസമാണ്. ഹെഡ് ഫുള്ളായിട്ട് കുട്ടിക്ക് കൺട്രോൾ ചെയ്യപ്പെടുന്നപ്പോഴാ? 4-ാമത്തെ മാസമാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യം ക്ലിയർ ആയി? ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യം മലയാളത്തിലാ ക്ലിയർ ആയി? ഒരു നോട്ട് ഞാൻ ഇംഗ്ലീഷ് വായിക്കില്ല. നോട്ട്സ് സ്ക്രീനിൽ കാണുന്ന നോട്ട്സ് ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് വായിക്കാറില്ല. ഓരോ നോട്ട്സും ഞാൻ ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പോൾ സ്ലൈഡ് അടുത്ത് മാറ്റാറുണ്ട്. അല്ലാതെ വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കിട്ടിയല്ലോ? സെക്കൻഡ് മന്ത് തൊട്ട് 6 കിട്ടിയോ? 6 ആണ് 4 ആണ് പറഞ്ഞത്? 4 അല്ലേ? 4 കിട്ടി. ഇനി 6 എന്താ? 6-ാം മാസം എന്താ? 6 മാസം. ആലോചിച്ചൂടെ? കുട്ടി ജനിച്ച് 6 മാസം ആകുമ്പോൾ എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്. നിങ്ങൾ കാണാറുള്ള എല്ലാ എക്സാമിന്റെയും സ്ഥിരം ചോദ്യം ഇതാണ്. ഇതുവരെ കണ്ട ഒരു 10 എക്സാം ആണെങ്കിൽ 6 ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായിരിക്കും? അറിയാവുന്നതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇരിക്കാറുണ്ടോ? ആ കുട്ടി ഇരിക്കാറുണ്ടോ? ഇരിക്കാറുണ്ട്. ഇരിക്കുമ്പോ സപ്പോർട്ട് ഉണ്ടോ? എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? വിത്ത് സപ്പോർട്ട് ആണോ വിത്തൗട്ട് ആണോ? ആലോചിച്ചോട്ടെ. സിറ്റ്സ് വിത്തൗട്ട് സപ്പോർട്ട് ആണോ? ആദ്യം പറയാ. ആ ചാരി ഇരുത്തിയാൽ ഇരുന്ന് കൊള്ളോടെ? ചാരി ഇരുത്തിയാൽ ഇരുന്ന് കൊള്ളുമോ? പറഞ്ഞേ.
ഒന്ന് ചാരി എടുത്തിരുന്നുള്ളൂ, ഒന്ന് ചാരി എടുത്തിരുന്നുള്ളൂ, ഒന്ന് ചാരി ഇരുന്നോളും. ഇരിക്കുമല്ലേ. അപ്പൊ സപ്പോർട്ട് ഇല്ല ഇരിക്കുന്നതാണോ? സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നതാണോ? ആറാമത്തെ മാസം സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നതാണോ? ആറാമത്തെ മാസം സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നതാണ് അല്ലെ? ആണ്. ഇനി എപ്പോഴാ കമഴ്ന്ന് കിടക്കുന്നത്? എപ്പോഴാ കമഴുന്നത്? 6 തൊട്ട് 7 മാസം അല്ലേ? എപ്പോഴാ കമഴുന്നത്? എപ്പോഴാ? 6 മുതൽ 7 മാസം. അതിന് വാക്ക് പറയാറുണ്ട്. ഇത് റോൾ ബാക്ക് ടു സ്റ്റൊമക്ക് അല്ലേ? എക്സാമിന്റെ ചോദ്യ പേപ്പറിനകത്ത് ഒരു വാക്ക് കാണാറുണ്ട്, ഇത് റോൾസ് ബാക്ക് ടു സ്റ്റൊമക്ക് അല്ലേ? എക്സാമിന് ചോദ്യ പേപ്പർ കാണുന്ന വാക്ക് ഇതാണ്. ദ റോൾസ് ബാക്ക് ടു സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ അവിടെ കണ്ണും തള്ളിയിരിക്കരുത്. റോൾ എന്തായിരിക്കും? റോൾ, ബാക്ക് റോൾ, സ്റ്റൊമക്ക് ബാക്ക് റോൾ. പൈലോറിക് സ്റ്റിനോസിസ് ആണോ? ഡിസീസ് ആണോ? അങ്ങനെ പോകരുത്. കേൾക്കുന്നുണ്ടോ? സ്റ്റൊമക്ക് റോൾ ചെയ്ത് ബാക്കിലോട്ട്. എന്തായിരിക്കും? മാസമാണോ വർഷമാണോ? എന്താണ് ചോദിച്ചത്? ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ എന്ത് എഴുതണം? ആലോചിക്കുക. അങ്ങനെയൊക്കെ ആലോചിക്കോ. എപ്പോഴാ കമഴ്ന്ന് കിടക്കുന്നത്? മലയാളത്തിൽ പഠിക്കേ. എപ്പോഴാ കമഴ്ന്ന് കിടക്കുന്നത്? 6 തൊട്ട് 7 മാസമാണോ? എപ്പോഴാ കമഴ്ന്ന് വരുന്നത്? റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ, സ്റ്റൊമക്കിൽ റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ കമഴ്ന്നത് എപ്പോഴാ? 6 മുതൽ 7 മാസമാണ്. ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്കല്ലേ? ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് കമഴ്ന്നത് എപ്പോഴാ? 6 മുതൽ 7 മാസം വരെയാണ്. ഇതുവരെ കിട്ടിയോ? ഇതുവരെ പറഞ്ഞ കിട്ടിയോ? ഇതൊക്കെ അല്ലാതെ പഠിക്കും മനസ്സിലാവാറുണ്ടോ? ഇതൊക്കെ അല്ലാതെ പഠിക്കുമ്പോൾ മാസം കാര്യം മനസ്സിലാവില്ല. പക്ഷെ എക്സാം പറഞ്ഞ് കിട്ടിയല്ലോ, ഓരോ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലാതെ പഠിക്കുമ്പോൾ മനസ്സിലാവില്ല അല്ലേ? കാരണം 6 മാസം സിറ്റ് വിത്ത് സപ്പോർട്ട്, വിത്തൗട്ട് സപ്പോർട്ട് മനസ്സിലാവാറില്ല. 6 കഴിഞ്ഞു, 6, 7 കഴിഞ്ഞു. 9 എന്താ? 9 എന്തായിരിക്കും? 9 എന്താ? ഒരിക്കലും 6 to 7 months മാത്രം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കില്ല. 6 ആയിരിക്കും മാക്സിമം. 6 ആയിരിക്കും കേട്ടോ. പിന്നെ മിക്ക 7 ചോദിക്കില്ല കേട്ടോ. 6 തൊട്ട് 7 പറയോ, 6 ചോദിക്കും കേട്ടോ. 6 മുതൽ 7 പറയോ, അല്ലെങ്കിൽ 6 ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ 7 ചോദിക്കില്ല. 7 എക്സാമിന് ചോദിക്കില്ല. അത് കഴിഞ്ഞു. അടുത്ത ദിവസം 9 അല്ലേ? നെക്സ്റ്റ് 9 അല്ലേ? 9 പ്രത്യേകത എന്താ? 9 എന്താ പ്രത്യേകത? എന്തായിരിക്കും? ഫർണിച്ചറിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കല്ലേ? ഫർണിച്ചറിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് എഴുതിയിട്ട് നിൽക്കുകയാണോ? വീട്ടിലുള്ള ഏത് ഫർണിച്ചർ ആയാലും അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണോ? സ്റ്റാൻഡ് while holding the furniture. ഫർണിച്ചറിന്റെ സപ്പോർട്ടോടുകൂടി ഫർണിച്ചറിനെയൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന എപ്പോഴാ? 9ാമത്തെ മാസമാണ്. ആണോടെ? ആണല്ലേ? ആണ്. ആ 9 അവിടെ ഫർണിച്ചറിനെ ഹോൾഡ് ചെയ്ത് എഴുതി നിൽക്കുക എന്ന് മാത്രമല്ലാതെ വേറെ നീ ഉണ്ടോ? ആ പ്രായത്തിലല്ലേ ഇന്ന് മുട്ടിൽ കുട്ടി എഴഞ്ഞു പോകുന്നത്? 9ാമത്തെ മാസം വരെ കുട്ടി ആ ഒരു മുട്ടിൽ എഴഞ്ഞു നടക്കുന്നത്. ആ ഇംഗ്ലീഷ് വാക്കുണ്ട്, എന്താ അതിന്? ഇംഗ്ലീഷ് വാക്കുണ്ട്, എന്തായിരിക്കും അവിടെ? ഇത് ക്രോളിംഗ് ആണോ? ഇത് ക്രോളിംഗ് ആണോ? ഇവിടെ അടുത്ത് നോക്കണേ, ആലോചിച്ചോടെ. ആണോ? ആണല്ലേ? പലരും പറഞ്ഞ അർത്ഥം അറിയാതെ ആലോചിക്കും, എന്താണ് ഇത്? ക്രോളിംഗ്. കാക്ക കരയുന്നതാണോ? കാക്കയാണോ? ക്രോളിംഗ്, ഇഴയുന്നപ്പോഴാ? 9ാമത്തെ മാസമാണ്. മറക്കരുത്, 9ാമത്തെ മാസം കുഞ്ഞെന്ത് ചെയ്യും? എഴഞ്ഞു തുടങ്ങും.
ഏകദേശം ഈ 79 months ആണ് എങ്കിലും 9 മാസം എന്ന് പഠിക്കുക. ആ സമയത്ത് വേറെന്തും ഉണ്ടോ? അത് ക്രീപ്പിംഗ് ഉണ്ടോ? അത് ക്രീപ്പിംഗ് എന്താണ് അർത്ഥം? എന്താ ഇത് ക്രീപ്പിംഗ്? എന്താ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി, ആലോചിച്ചോട്ടെ. ആലോചിച്ച് പറയുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ് ടുമാറോ ആണോ? ഇപ്പൊ ടുമാറോ ആണോ ആ സൺഡേ ആണോ? ഈ പറഞ്ഞ രാവിലെ ഉച്ചയായിട്ട് പറഞ്ഞു, രാവിലെയും ഉച്ചയ്ക്കും രാത്രി പറഞ്ഞു. എപ്പോഴാ? സൺഡേ അല്ലേ? സൺഡേ. ഈ പറഞ്ഞ ഇന്ന് 9 മാസം ആകുമ്പോഴേ, ഈ പറഞ്ഞ ഇന്ന് 9 മാസം ആകുമ്പോഴേ ആദ്യം ഇരിക്കാനും പിന്നെ സമയത്ത് പിടിച്ച് എഴുന്നേറ്റിരിക്കാൻ നോക്കാറുണ്ടോ? 9ാമത്തെ മാസമാകുമ്പോൾ ആദ്യം ഇരുന്നു കൊണ്ട് പിന്നെ എന്താണ് പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാറുണ്ടോ? ആണോ? ഉണ്ടോ? ആ ഉണ്ടോടെ? ഉണ്ടോടെ? ഉണ്ടല്ലേ? അത് 9 മാസമല്ലേ? അതും 9 മാസമല്ലേ? ആദ്യം ഇരിക്കും, പിന്നെ പതിയെ പിടിച്ച് എഴുന്നേക്കാനും പിന്നെ നിൽക്കാൻ ശ്രമിക്കാറില്ലേ? ഈ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കും കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടിയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതെ, ഉണ്ടോ? ഇല്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. എക്സാം കഴിഞ്ഞ ശേഷം ഉണ്ടാവട്ടെ. സോ 9 ക്ലിയറായി. 9 കേട്ടതാ 11ാം മാസമാണ്. 9 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന മാസം ഏതാ? 11ാമത്തെ മാസമാണ്. എന്താ പ്രത്യേകത? എന്താ? നിങ്ങളുടെ കുട്ടിക്ക് ഒരു 11ാമത്തെ മാസമാകുമ്പോ എന്താ പ്രത്യേകത? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു 11ാമത്തെ മാസം കുഞ്ഞുങ്ങളാണേ, ഒന്നല്ല, കുഞ്ഞുങ്ങൾ എന്താവും? ഒരു 11ാമത്തെ മാസം എന്താവും? എന്തായി മാറും? നടക്കോ? ആ ഒരു നടക്കാനുള്ള ശ്രമം തുടങ്ങുന്നതാണോ? നടക്കാനുള്ള ശ്രമം തുടങ്ങുന്നതാണോ? ഒരു 11ാമത്തെ മാസമാകുമ്പോൾ നടക്കാനുള്ള ശ്രമം തുടങ്ങുന്നതാണോ? ഒരു 11ാമത്തെ മാസമാകുമ്പോൾ നടക്കാനുള്ള ശ്രമം പിടിച്ച് ഓരോ ഫർണിച്ചറും ഓരോ ചെയറും ഓരോന്നും പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്ന എപ്പോഴാ? 11ാമത്തെ മാസമല്ലേ? ഒരു സപ്പോർട്ടോട് കൂടി നടക്കുന്ന എപ്പോഴാ? 11ാമത്തെ മാസമല്ലേ? ദ വാക്ക് വിത്ത് സപ്പോർട്ട് കേരള PC എക്സാമിൽ ചോദ്യത്തിനകത്ത് ദ വാക്ക് വിത്ത് സപ്പോർട്ട് എത്താ? വാക്ക് വിത്ത് സപ്പോർട്ട് എത്രയാ? 11ാമത്തെ മാസം. പക്ഷെ ഈ ഇടയായിട്ട് എക്സാമിലെ ചോദ്യത്തിന്റെ പാറ്റേൺ മാറി അവിടെ ഫർണിച്ചർ എന്ന വാക്ക് വരാറുണ്ട്. ഓക്കെ, അത് മറക്കരുത്. 11ാമത്തെ മാസമാണ്. ഓക്കെ, ഇനി സപ്പോർട്ട് ഇല്ലാതെ നടക്കുന്നത് എപ്പോഴാ? സപ്പോർട്ട് ഇല്ലാതെ ഞാൻ വലിയ ആളായി, ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, എനിക്ക് ആരുടെയും സഹായം വേണ്ട, എന്റെ കൈ പിടിക്കരുത്, എന്നെ തുടരുത്, എന്നെ തൊട്ടുപോകരുത്. എപ്പോഴാ? മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്നത് എപ്പോഴാ? 12ാമത്തെ മാസം അല്ലെങ്കിൽ 1 ഇയറിലെ 12ാമത്തെ മാസം അല്ലെങ്കിൽ 1 ഇയറിൽ മറ്റൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കും. 1 വയസ്സായി, എത്ര പെട്ടെന്ന് വലുതായല്ലേ? ഇത് 2nd month തുടങ്ങി, എത്ര പെട്ടെന്ന് അല്ലെ? അരമണിക്കൂർ കഴിഞ്ഞപ്പോ കുട്ടി വലുതായി. ആലോചിക്കൂടെ? പറഞ്ഞു 2 മാസം തുടങ്ങി, അരമണിക്കൂർ കുട്ടി വലുതായി, കുഞ്ഞു വലുതായി, അവൻ നടക്കാൻ തുടങ്ങി. അപ്പോഴാ മറ്റൊരാളുടെ സഹായമില്ലാതെ എപ്പോ നടക്കും? മറ്റൊരാളുടെ 1 വയസ്സ് 12 മാസം അല്ലേ? 3 മാസം. ഇനി അവൻ എപ്പോൾ ഓടും? എപ്പോൾ നിങ്ങൾ പിറകെ ഓടും, അവൻ എപ്പോ ഓടും? നിങ്ങളെപ്പോൾ പിറകെ ഓടും? അതാ ചോദ്യം. എന്റെ ചോദ്യമാണ്. നിങ്ങളെപ്പോ പിറകെ ഓടും? നിങ്ങളെപ്പോൾ പിറകെ ഓടും? അവനെപ്പോ ഓടുമ്പോൾ അവൻ ഓടുന്നതിന്റെ പിറകെ നിങ്ങളെപ്പോ ഓടും? 16ാമത്തെ മാസമല്ലേ? അനുഭവം ഉണ്ടോ? അവൻ ഓടുന്ന അതേ സ്പീഡിൽ നിങ്ങൾ ഓടിയിട്ടുണ്ടെങ്കിലും
അവനോ അവളോ ഓടിയപ്പോൾ അതിന്റെ പിറകെ അതേ സ്പീഡിൽ ഓടിയിട്ടുണ്ടെങ്കിലും ഉണ്ട്. എപ്പോഴാ? 16ാമത്തെ മാസത്തില്. ആലോചിച്ചെങ്കിൽ അത് ആ കുഞ്ഞു ഓടി സമയത്ത് അവന്റെ പിറകെയോ അവളെ പിറകെയോ ഓടുന്ന അതേ സ്പീഡിൽ ഓടിയിട്ടുണ്ടോ? ഓടുന്ന അതേ സ്പീഡിൽ ആണെങ്കിലും ഓടിയിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഉണ്ടോ? 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 ഉണ്ട്, ഉണ്ട്. ഇത്രയുമല്ലേ ഇൻ ദ ഗ്രോസ് മോട്ടോ ഡെവലപ്മെന്റ്സ്? ഇത്രയുമല്ലേ ദ ഗ്രോസ് മോട്ടോ ഡെവലപ്മെന്റ്സ്? ഒരു ചോദ്യം ചോദിക്കും, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഞാൻ വീണ്ടും പറയട്ടെ, ഒരിക്കൽ കൂടെ പറയട്ടെ. ഇത് ഹെഡ് സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നപ്പോഴാ? മാസം മാത്രം പറയുക. ആ ഹെഡ് സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നപ്പോഴാ? ഹെഡ് എപ്പോഴും സ്റ്റഡി ആയിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നപ്പോഴാ? 2ാമത്തെ മാസമാണോ, 4ാമത്തെ മാസമാണോ, 6ാമത്തെ മാസമാണോ? ഹെഡ് സ്റ്റഡി ചോദ്യമാണ്. സ്റ്റഡി എപ്പോഴാ? സെക്കൻഡ് ആണോ, ഫോർത്ത് ആണോ, ഓർ തേർഡ് ആണോ? സ്റ്റഡി എപ്പോഴും 2 മാസമല്ലേ? സ്റ്റഡി 2 മാസം. ഇനി ഹെഡിന് ഒരു ലാഗും ഇല്ലാതെ എപ്പോഴാ? ലാഗ് ഇല്ല എപ്പോഴാ? 3ാമത്തെ മാസം. ഹെഡ് സ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റുന്ന 2ാമത്തെ മാസവും ലാഗ് ഇല്ലാത്തത് 3ാമത്തെ മാസവുമാണ്. ആൻഡ് നെക്കിന്റെ റിഫ്ലക്സ് വരുന്നത് എത്രാമത്തെ മാസമാണ്? ഹെഡിന്റെ റിഫ്ലക്സ് വരുന്നത് എത്രാം മാസമാണ്? കുട്ടിക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ ബന്ധപ്പെടും. 4 ആണോ? സപ്പോർട്ടോട് കൂടി ഇരിക്കാൻ പറ്റുന്നപ്പോഴാ? ഒരു സപ്പോർട്ട് ഇരിക്കാൻ പറ്റുന്നപ്പോഴാ? 6. എപ്പോഴാ അത് കമഴ്ന്ന് എപ്പോഴാ വരുന്നത്? കമഴ്ന്ന് കിടക്കുന്ന എപ്പോഴാ? റോൾ ബാക്ക് ടു സ്റ്റൊമക്ക് എപ്പോഴാ? 6 തൊട്ട് 7 വരെ. 6 തൊട്ട് 7 വരെ ഓർമ്മിക്കട്ടോ. 6 തൊട്ട് 7 വരെ. ഒരു ഫർണിച്ചറിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യപ്പെടുന്നപ്പോഴാ? ഫർണിച്ചറിനെ എല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യപ്പോഴാ? 9ാമത്തെ മാസം. മുട്ടിൽ എഴുന്നപ്പോഴാ? മുട്ടിൽ എഴഞ്ഞു പോകുന്ന എപ്പോഴാ? വാക്കുണ്ട്, എന്താ? ക്രോൾസ് അല്ലേ? ക്രോൾസ് എപ്പോഴാ? 9. ആൺകുട്ടി ഇരിക്കുന്നപ്പോഴാ? അത് 9 അല്ലേ? ഇരിക്കുന്നപ്പോഴാ 9 ആണോ? ആണ്. നടക്കാൻ ശ്രമിക്കുന്ന എപ്പോഴാ? ഫർണിച്ചറെല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ട് പതിയെ നടക്കാൻ ശ്രമിക്കുന്നപ്പോഴാ? 11ാമത്തെ മാസം അല്ലേ? 11-ലല്ലേ? ഫർണിച്ചറിന്റെ എല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ട് പതിയെ നടക്കാൻ ശ്രമിക്കുന്നപ്പോഴാ? 11-ലാണ്. ഇനി ഒരു സപ്പോർട്ടും ഇല്ലാതെ എപ്പോ നടക്കും? മറ്റൊരാളുടെ ഒരു സപ്പോർട്ടും ഇല്ല എപ്പോ നടക്കും? 12ാമത്തെ മാസം. 12ാമത്തെ മാസം എത്തുമ്പോൾ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നടക്കാൻ ശ്രമിക്കും. ഇനി 16ാമത്തെ മാസം എന്താ? ഓടും. ഇതല്ലേ ഗ്രോസ് മോട്ടോ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ? ഇതല്ലേ ഗ്രോസ് മോട്ടോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? കിട്ടിയോ? ക്ലിയർ ആയോ? യെസ്. ഹെഡ് സ്റ്റഡി ആവുന്നപ്പോഴാ? വീണ്ടും ചോദിക്കാം, ഞാൻ സ്പീഡൊന്നുമില്ല, ഓരോ കാര്യം പറഞ്ഞു. ഹെഡ് സ്റ്റഡി എപ്പോഴാ? 2nd മന്ത് അല്ലേ? ഹെഡ് സ്റ്റഡി ആവുന്നത് 2nd മന്ത്. എനിക്ക് കാലും കൈയും ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടി ഡിസ്കവർ ചെയ്യുന്നപ്പോഴാ? എനിക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട്. എപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നത്? എത്ര മാസത്തിലാണ്? 3ാം മാസം അല്ലേ? എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, എനിക്ക് എന്ത് വേണം ചെയ്യാം. 3 മാസം. നെക്ക് റിഫ്ലക്സ് വരുന്നപ്പോഴും നെക്കിന്റെ റിഫ്ലക്സ് 4ാം മാസം.
4-ാം മാസം. സപ്പോർട്ടിലിരിക്കുന്ന എപ്പോഴാ? സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുന്ന എപ്പോഴാ? 6-ാം മാസം. സ്റ്റൊമക്ക് വെച്ച് കമഴ്ന്ന് ഇടുന്ന എപ്പോഴാ? 6 മുതൽ 7-ാം മാസം. ഫർണിച്ചറെ പിടിച്ച് നടക്കാൻ പറ്റുന്ന എപ്പോഴാ? 9 അല്ലേ? 9 അല്ലേ? നിൽക്കാൻ പറ്റും അല്ലേ? നിൽക്കാൻ 9 അല്ലേ? പറ്റും. എപ്പോഴും 16, എപ്പോഴും 16, 16, 16. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? നോട്ട് ക്ലിയർ ആയോടെ? ക്ലിയർ ആയി. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയി. ഒരു കിട്ടിയോ? ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ചോദിക്കട്ടെ? ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം ചോദിക്കും. ഒരു ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കും. അറിയാമല്ലോ. ഇതുവരെ പഠിച്ചെന്താ കാര്യം പഠിച്ചത്? ഇതുവരെ പഠിച്ച കാര്യം ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലേ? ഇതുവരെ പഠിച്ച കാര്യം ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലേ? അല്ലേ? യെസ്. നെക്സ്റ്റ് പഠിക്കണം ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് പഠിക്കാൻ എന്താ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കണം. ഇതുവരെ പഠിച്ച എന്താ? ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് പഠിച്ചു. അടുത്ത് പഠിക്കണം എന്താ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കണം. ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തുന്നു. ഒരു കാര്യം പറയാണ്. ഞാൻ ആ ഗ്രൂപ്പിനകത്ത് ഇന്നലെ ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇന്ന് വരെ വെയിറ്റ് ചെയ്തു. എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് കരുതുന്നു. ഞാൻ റെക്കോർഡിങ്സ് കുറച്ചിട്ട് ഞാൻ എല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ DHS ചോദിച്ച എല്ലാ ക്ലാസ്സുകളും ഞാൻ ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യട്ടെ. ഞാൻ എല്ലാം പഠിപ്പിക്കും ഇന്ന് പോസ്റ്റ് ചെയ്യട്ടെ. എല്ലാ നോട്ടും എല്ലാ റെക്കോർഡിങ്ങും പോസ്റ്റ് ചെയ്യട്ടെ. എല്ലാ സിസ്റ്റംസും എല്ലാ നോട്ട്സും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പോസ്റ്റ് ചെയ്യട്ടെ. അതിനായാണ് ഞാൻ 24 മണിക്കൂർ കാത്തിരുന്നു അല്ലേ? എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി 24 മണിക്കൂർ ഞാൻ ഈ ഒരു ക്ലാസ് വരെ വെയിറ്റ് ചെയ്യില്ല. ശരിയല്ലേ? കാരണം ഇന്ന് ഒന്നും വന്നില്ലല്ലോ. ഇന്ന് പകലോ ഒന്നും വന്നില്ലല്ലോ. ശരിയല്ലേ? ഞാൻ സമയം കൊടുത്തില്ല അവർക്ക്. ഞാൻ സമയം കൊടുത്തു. 24 മണിക്കൂർ സമയം കൊടുത്തു. അത് 24 hours രാത്രി 9 മണിയാകുമ്പോൾ കഴിയും. ഞാൻ ഇതിനകത്ത് കുറെ പോസ്റ്റ് ചെയ്യും. പഠിക്കുക, സമയം കിട്ടുന്ന പഠിക്കുക. ഞാൻ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ഞാൻ ഒരു കാര്യം പോലും അറിയാമല്ലോ. ബേസിക്സ് പഠിക്കുന്ന സമയത്ത് സിസ്റ്റം കടന്നേ ഉള്ളൂ. എല്ലാം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്ന ആളാണ്. ആർക്കെങ്കിലും റെക്കോർഡിങ്സ് എന്തെങ്കിലും തന്റെ ഫോണിൽ നിന്ന് മിസ്സായി പറയും. നിങ്ങൾ ഫോൺ നോക്കുമല്ലോ, ഫോണിനകത്ത് എല്ലാം ഡൗൺലോഡ് ചെയ്തല്ലോ, എല്ലാം ഡൗൺലോഡ് ചെയ്തോ വീണ്ടും ചോദിക്കണം. അവസാന ദിവസം ചോദിക്കരുത്. എല്ലാം ഡൗൺലോഡ് ചെയ്തല്ലോ. ഇതുവരെയുള്ള എല്ലാം ഇത് സെല്ല് തൊട്ട് ഇത് പീഡിയാട്രിക് വരെ എല്ലാം ഒറ്റ ക്ലിക്ക് മതി. ഒറ്റ ക്ലിക്ക് ഡൗൺലോഡ് ചെയ്തോ കേട്ടോ. ഇതുപോലെ പറയടേ എനിക്ക് അത് ചെയ്തോടെ എല്ലാവരും? ചെയ്തോ എല്ലാവരും? ചെയ്തോ? ചെയ്തല്ലേ? ചെയ്തോ എല്ലാരും? ചെയ്തു. റിക്വസ്റ്റ് കൊടുത്തു അല്ലേ? യെസ്. ഇത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് കൂടെ നമുക്ക് ഇത് ഫൈൻ മോട്ടോർ പഠിക്കുന്നുണ്ടോ? ഗ്രോസ് മോട്ടോറിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഫൈൻ മോട്ടോർ പഠിക്കുന്നുണ്ട്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ടോ? ഇത് ഗ്രോസ് മോട്ടോറിന്റെ കൂടെ തന്നെ നമുക്ക് എപ്പോഴും ഫൈൻ മോട്ടോർ പഠിക്കാറുണ്ട്. ഫൈൻ മോട്ടോർ ഉണ്ടോ അവിടെ? ഉണ്ടോ? ഫൈൻ മോട്ടോർ ഉണ്ട്. പഠിക്കാനുണ്ടോ? പഠിക്കാനുണ്ടോ? ഉണ്ട്. ആലോചിച്ചുണ്ടോ അവിടെ? ഉണ്ടോ അവിടെ? യെസ് ഓർ ഉണ്ടോ? ഉണ്ട്. പഠിക്കാനുണ്ട്.
പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിന്റെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അതിന് മുമ്പായിട്ട് ഇത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞുതരാം. അതിന് ശേഷമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫൈൻ മോട്ടോർ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഇത് ഗ്രോസ് മോട്ടോർ പഠിച്ചു ശേഷം ഇത് ഫൈൻ മോട്ടോർ പഠിക്കുമ്പോൾ എന്നോട് കൺഫ്യൂഷൻ ആയി പോകാതിരിക്കാൻ വേണ്ടി ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം, ശേഷം ഫൈൻ മോട്ടോർ പഠിക്കാം. ഓക്കെ, സോ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറയുന്നത് എക്സാമ്പിൾ ചോദിക്കും, നിങ്ങൾ കുട്ടിക്ക് എപ്പോ വന്ന ലാംഗ്വേജ്? കുട്ടി എപ്പോഴാ സംസാരിച്ചു തുടങ്ങി? കുട്ടി എപ്പോഴാ ചോദ്യം വരൂടെ? നിങ്ങൾ എവിടെ പഠിച്ചാലും ആദ്യം ഇത് ഗ്രോസ് മോട്ടോർ പറയല്ലേ? എവിടെ പഠിച്ചാലും ആദ്യം ഇത് ഗ്രോസ് മോട്ടോർ പറയും, ശേഷം ഫൈൻ മോട്ടോർ പറയും. ഞാൻ ഫൈൻ പറയാത്ത കാരണം ഇത് ഗ്രോസ് മോട്ടറും ഫൈൻ മോട്ടറും ഒരുമിച്ച് പഠിച്ചാൽ രണ്ട് കൺഫ്യൂഷൻ ആയി പോരല്ലേ? ശരിയല്ലേ? രണ്ട് കൺഫ്യൂഷൻ വരാറില്ലേ? ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ഇത് ഗ്രോസ് കിട്ടിയല്ലോ. ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ഇത് ഗ്രോസ് മോട്ടർ കിട്ടിയല്ലോ. ക്ലിയർ ആയിട്ട് ഇത് ഗ്രോസ് മോട്ടർ ക്ലിയർ ആയല്ലോ. ശരിയല്ലേ? ക്ലിയർ ആയിട്ട് ഇത് ഗ്രോസ് മോട്ടർ ക്ലിയർ ആയി. ഏത് പ്രായം എന്ന് ചോദിച്ചാലും എല്ലാം അറിയാം. അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യം ഫൈൻ മോട്ടർ, ശേഷം പഠിക്കാം ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാം. ഒരു കുട്ടിക്ക് എപ്പോഴൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത്? ലാംഗ്വേജ് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം എന്താണ് സംഭവിക്കുന്നത്? എപ്പോഴാണ് ചിരി വരുന്നത്? ഒരു കുഞ്ഞിന് എപ്പോഴാണ് ചിരി വരുന്നത്? എപ്പോഴാണ് ഒരു ചിരി? എപ്പോഴാണ് ഒരു ചിരി? അവിടെ ചോദ്യമുണ്ട്, അവിടെ ഒരു ചോദ്യമുണ്ട്, അവിടെ ഒരു ചോദ്യമുണ്ട്. എല്ലാ എക്സാമിനും സ്ഥിരം കാണാവുന്ന ചോദ്യമുണ്ട്. സോഷ്യൽ സ്മൈൽ വരുന്നത് എപ്പോഴാണ്? കണ്ടോണ്ടാരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ചോദ്യപേപ്പറിനകത്ത് സോഷ്യൽ സ്മൈൽ വരുന്നത് എപ്പോഴാ എന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സോഷ്യൽ സ്മൈൽ, സോഷ്യൽ സ്മൈൽ കാണാറുണ്ട്. ക്വസ്റ്റ്യൻ എപ്പോഴും ചോദ്യം വരുന്ന സോഷ്യൽ വരുന്ന സ്മൈൽ വരുന്നപ്പോഴാ? എത്ര നാളാകുമ്പോഴാ ചിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടി ജനിച്ച ശേഷം എത്ര നാളാകുമ്പോഴാ ചിരി വരുന്ന? ഇമ്പോർട്ടന്റാ. 1.5 മാസമാണോ? 1.5 മാസത്തില, 1.5 വർഷമല്ല, 1.5 മാസം. 1.5 മാസമാകുമ്പോൾ സോഷ്യൽ സ്മൈൽ വരും. 1.5 മാസമാകുമ്പോൾ സോഷ്യൽ സ്മൈൽ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 1.5 മാസമാകുമ്പോൾ എന്ത് വരും? 1.5 മാസം ചോദിക്കൂടെ സോഷ്യൽ സ്മൈൽ വരാറില്ലേ? കുഞ്ഞ് ചിരിച്ചു തുടങ്ങാറില്ലേ? കുഞ്ഞ് ചിരിച്ചു തുടങ്ങുന്ന എപ്പോഴാ? ഉത്തരം, കുഞ്ഞ് ചിരിച്ചു തുടങ്ങുന്നത് എപ്പോഴാ? സോഷ്യൽ സ്മൈൽ എപ്പോഴാ? 1.5 മാസം. മാസം 1.5 മാസം. എല്ലാ ചോദ്യം കേട്ടോ, ഇനി അങ്ങോട്ട് ചോദ്യം. അത് കഴിഞ്ഞ് വരുന്ന കാര്യം 1.5 മാസമാകുമ്പോൾ സോഷ്യൽ സ്മൈൽ പറഞ്ഞെങ്കിൽ അടുത്ത് ചോദിക്കുന്നത് സ്മൈൽ ഒന്നുമല്ല, ആ ഒരു ടൈം പീരീഡ് അടുത്ത് ചോദ്യം കേട്ടോ. അടുത്ത എക്സാമിന് ഈ പറഞ്ഞ ടൈം പീരീഡ് എത്ര മാസം കൃത്യം ചോദിക്കും. 0 to 4 months ആകുമ്പോൾ എന്ന പീരീഡ് എന്തായിരിക്കും? എക്സാമിന് ചോദ്യമാണ്. ഈ പറഞ്ഞ 0 to 4 പീരീഡ് എന്ന് പറയും, മന്ത് എന്ന് പറയുമ്പോൾ എന്ത് പീരീഡ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ് 0 to 4 months? അതാണ് ചോദ്യം. ലാംഗ്വേജ് ഡെവലപ്മെന്റിനകത്ത് 0 to 4 month എന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്? ഒരു സൗണ്ടിനോടോ ഒരു ആക്ടിവിറ്റിയോടെ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നപ്പോഴാണ്? ഒരു സൗണ്ടിനോടോ ഒരു ആക്ടിവിറ്റിയോടെ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നപ്പോഴാണ്? ഒരു സൗണ്ടിനോടോ ഒരു ആക്ടിവിറ്റിയോടെ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്ന പറഞ്ഞേ. ശബ്ദങ്ങളോട് കുഞ്ഞ് പ്രതികരിക്കുന്ന എപ്പോഴാ? ശബ്ദങ്ങളോട് കുഞ്ഞ് പ്രതികരിക്കുന്ന എപ്പോഴാ? സൗണ്ട് ഉണ്ടാക്കുക. കീ, കൂ, കാ അറിയാലോടെ? സൗണ്ട് അറിയാലോ. കീ എന്നും കൂ എന്നും കാ എന്നും കേൾക്കണ്ട, ആരും കേൾക്കണ്ട. ഞാനീ പറയുന്ന ആദ്യം കേട്ട ശരിക്കും സത്യമല്ലേ? എന്താ? കീ, കൂ, കാ, കും അല്ലേ? സ്വന്തമായി സൗണ്ട് ഉണ്ടാക്കുന്ന എപ്പോഴോടെ? സ്വന്തമായിട്ട് കുഞ്ഞ് സൗണ്ട് ഉണ്ടാകുമ്പോഴാ? കീ എന്നും കൂ എന്നും കാ എന്നും പറഞ്ഞത്.
0 to 4 months അല്ലേ? 0 to 4 months അല്ലേ? സൗണ്ട് ഒരു ആക്ടിവിറ്റിയോ സ്വന്തമായിട്ട് സൗണ്ട് ആക്കുക. ഒരു സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുകയോ ഒരു ആക്ടിവിറ്റിയോട് റെസ്പോണ്ട് ചെയ്യുകയോ സ്വന്തമായിട്ട് സൗണ്ട് ഉണ്ടാക്കപ്പെടുക. 3 കാര്യം: ഒരു സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുകയോ ഒരു ആക്ടിവിറ്റിയോട് റെസ്പോണ്ട് ചെയ്യുകയോ സ്വന്തമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന എപ്പോഴാ? ഫസ്റ്റ് 4 monthsനകത്തല്ലേ? ഫസ്റ്റ് 4 monthsനകത്തല്ലേ? അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? ഇവിടെ നിങ്ങളുടെ അനുഭവമാണ് ഗുരു. ഇവിടെ അനുഭവമാണ് ഗുരു. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയാണത്. എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. അല്ല. പക്ഷെ പഠിക്കുന്നതല്ല ഒരുപോലെയല്ലേ? പഠിക്കുന്ന കാര്യം ഒരുപോലെയല്ലേ? പഠിക്കുന്ന കാര്യം ഒരുപോലെയല്ലേ? ഒരു കുട്ടി ശബ്ദത്തോട് പ്രതികരിക്കുന്ന എപ്പോഴാ? ഒരു കുഞ്ഞ് ശബ്ദത്തോട് പ്രതികരിക്കുന്ന എപ്പോഴാ? 0 to 4 months അല്ലേ? അല്ലേ? സ്വന്തമായിട്ട് ശബ്ദം ഉണ്ടാകുന്ന എപ്പോഴാ? 0 to 4 months അല്ലേ? അല്ലേ? ഒരു ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്ത് എപ്പോഴാ? 0 to 4 months അല്ലേ? മറക്കരുത്. സീറോ ടു 4 months എന്ന് പറയുമ്പോ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? ആ ചിരിയില്ലേ, നല്ല ഒച്ചത്തിൽ ചിരിക്കുന്ന എപ്പോഴാ? ആ ചിരിക്കുന്ന ചിരി നല്ല ഒച്ചത്തിൽ ചിരിക്കുന്ന എപ്പോഴാ? ചിരി നല്ല ഒച്ചത്തിൽ ചിരിക്കുന്ന എപ്പോഴാ? നല്ല ലൗഡായിട്ട് എപ്പോൾ ചിരിക്കും? നല്ല ലൗഡായിട്ട് എപ്പോൾ ചിരിക്കും? 4 മുതൽ 8 മാസം ആകുമ്പോൾ നല്ല ഒച്ചത്തിൽ നല്ല ലൗഡായിട്ട് ചിരിക്കുന്ന എപ്പോഴാ? 4 മുതൽ 8 മാസം അതാണ് നല്ല ഒച്ചത്തിൽ ചിരിച്ചു തുടങ്ങും. അപ്പൊ ചോദിക്കട്ടെ, സൗണ്ടിനോട് അല്ലെങ്കിൽ ആക്ടിവിറ്റിയോട് റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴാ? ഒരു സൗണ്ടിനോട് അല്ലെങ്കിൽ ആക്ടിവിറ്റിയോട് റെസ്പോണ്ട് ചെയ്ത് എത്രാമത്തെ മാസം? 0 to 4 months അല്ലേ? അല്ലേ? ആ, ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യം, ആ ചിരിച്ചു തുടങ്ങുന്ന പറയില്ലേ, അത്ര മാസത്രയാ? അത് മാസത്തിൽ ചോദിച്ചെത്രയാ? ചിരിക്കുന്നത് മാസത്തിൽ ചോദിച്ചെത്രയാ? ചിരിക്കുന്നത് മാസത്തിൽ ചോദിച്ചാൽ എത്രയാ? 1.5 മാസം അല്ലേ? ചിരിക്കുന്നത് മാസത്തിൽ ചോദിച്ചാൽ 1.5 മാസം. 1.5 മാസം. ആ ചിരി തന്നെ നല്ല ലൗഡായിട്ട് നല്ല ഒച്ചത്തിൽ ചിരിക്കുന്ന എപ്പോഴാ? 4 മുതൽ 8 മാസം. 4 മുതൽ 8 മാസം. ആലോചിച്ചൂടെ? ഈ പറയുമ്പോഴേ നല്ല വഴക്കുറയുമ്പോ ഇത് കരുന്നപ്പോഴാ? നിങ്ങളല്ലേ, നിങ്ങൾ അമ്മമാരല്ലേ? വഴക്ക് പറയുമ്പോൾ ആ കുഞ്ഞ് കരുന്നപ്പോഴാ? 4 തൊട്ട് 8 മാസം അല്ലേ? 4 തൊട്ട് 8 മാസം അല്ലേ? നിങ്ങൾ വഴക്ക് പറയുമ്പോൾ ഓടരുത്, ചാടരുത്, നിൽക്കരുത്, അതെടുക്കരുത് എന്ന് പറയുന്ന എത്ര മാസം? 4 തൊട്ട് 8 മാസം അല്ലേ? നിങ്ങൾ വഴക്ക് പറയുമ്പോൾ കരയുന്നപ്പോഴാ? 4 തൊട്ട് 8 മാസം. 4 മറക്കരുത്. വഴക്ക് പറയുമ്പോൾ കരയുന്നത് 4 മുതൽ 8 മാസം. മറക്കരുത്. ചോദ്യം 6ാമത്തെ മാസം വളരെ ഇമ്പോർട്ടന്റ്, മറക്കരുത്. എത്ര കിട്ടിയോ? മാത്രമല്ല, ഈ സമയത്തല്ലേ ഈ കുറെ കുഞ്ഞുങ്ങൾ ഇത് ഒറ്റ അക്ഷരമുള്ള വാക്ക് പറയുന്നത്. 6ാമത്തെ മാസം വരെ കുഞ്ഞുങ്ങൾ എപ്പോഴും അവൾ ഒറ്റ അക്ഷരമുള്ള ഇന്ന് മാ, പ, ച, ക, ര. ശരിയല്ലേ? 6ാമത്തെ മാസം അതിനൊരു വാക്ക് പറ. എന്താണ്? എന്ത് പറഞ്ഞു? എന്ത് വാക്കാ? ഇത് മോണോസിബാലിക് വേർഡ്സ് ആണോ? മോണോസിബാലിക് വേർഡ്സ് ആണോ? ഒറ്റ അക്ഷരം മാ എന്നും കാ എന്നും ച എന്നും ഒക്കെ പറഞ്ഞപ്പോഴാ? എപ്പോഴാ? 6ാം മാസം അല്ലേ? 6ാമത്തെ മാസം വളരെ ഇമ്പോർട്ടന്റ്. മറക്കോ? സോ വീണ്ടും ചോദിക്കട്ടെ, സ്വന്തമായി സൗണ്ട് ഉണ്ടാക്കപ്പോഴാ? കുഞ്ഞ് സ്വന്തമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന എപ്പോഴാ? 0 to 4 months അല്ലേ?
കാ കി കു ഹോർമോൺസ്. എപ്പോഴാ എന്ത് ചിരിക്കുന്ന എപ്പോഴാ? ചിരിക്കുന്ന എപ്പോഴാ? ചിരിക്കുന്ന എപ്പോഴാ? 1.5 മാസം. 1.5 മാസം. ഇനി നല്ല ഒച്ചത്തിൽ ചിരിക്കുന്ന എപ്പോഴാ? 4 മുതൽ 8 മാസം അല്ലേ? ഇനി എന്താ വഴക്ക് പറയുമ്പോൾ കരയുന്ന എപ്പോഴാ? 4 മുതൽ 8 മാസം. യെസ്, ഇത്രയും കിട്ടിയല്ലെങ്കിൽ 6 വരെ ക്ലിയർ ആയല്ലോ. 6 മാസം കിട്ടിയല്ലോ. 6 വരെ കിട്ടിയല്ലോ. ഇനി 7ാമത്തെ മാസത്തെ എന്താ? 7ാമത്തെ മാസത്തെ എന്താ? നിങ്ങൾ കാര്യം പറയുമ്പോൾ അനുസരിക്കുന്ന എപ്പോഴാ? നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കുന്ന എപ്പോഴാ? നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും കൃത്യമായി അനുസരിക്കുന്ന എപ്പോഴാ? അറിയാം, നിങ്ങൾ കുഞ്ഞുങ്ങളോട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അനുസരിക്കുന്ന എപ്പോഴാ? നിങ്ങൾ പറയുന്ന കമാൻഡ് കൃത്യമായി അനുസരിക്കുന്ന എപ്പോഴാ? 7ാമത്തെ മാസമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുന്ന എപ്പോഴാ? 7ാമത്തെ മാസം. നിങ്ങൾ പറയുന്ന കാര്യം കൃത്യമായി കുഞ്ഞ് അനുസരിക്കും. കിട്ടിയല്ലോ. എക്സാം പറഞ്ഞ ഇത് ഉറങ്ങാൻ പറഞ്ഞ ഇത് ഉറങ്ങാറില്ലേ? നിങ്ങൾ ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങാറില്ലേ കുഞ്ഞ്? ഉറങ്ങാറുണ്ടോ? ഇല്ലേടേ, അത് 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 വേറെ. സോ അത്ര കിട്ടിയില്ലേ? അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ സ്മൈൽ ഒക്കെ വരും. സ്മൈൽ വരുന്ന എപ്പോഴാ? 1.5 മാസമാണോ? ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ സ്മൈൽ വരുന്ന എപ്പോഴാ? 1.5 മാസം. മാസം മാസം. സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴാ? സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴാ? സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴാ? 0 to 4 months. അത് മോണോസിഫലിക് എപ്പോഴാ? എപ്പോഴെപ്പോഴെപ്പോഴാ? 6 മാസം. 6 മാസം. കമാൻഡ് അനുസരിക്കുന്ന എപ്പോഴാ? കമാൻഡ് അനുസരിക്കുന്ന എപ്പോഴാ? 7ാമത്തെ മാസം. ഇത് കിട്ടിയോ? ഇതുവരെ പറഞ്ഞ കിട്ടിയോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? കിട്ടിയോ? കിട്ടിയോ? കിട്ടിയോടെ? ക്ലിയർ. അടുത്തത് പറയുള്ളൂ. ഇനി പ്രായമുണ്ടോ? ഇനി പ്രായമുണ്ടോ? ഉണ്ട്. അടുത്ത പ്രായം ഏതാ? അടുത്ത ഡെവലപ്മെന്റ് തുറന്നപ്പോഴാ? അടുത്ത ഡെവലപ്മെന്റ് എപ്പോ സ്റ്റാർട്ട് ചെയ്യും? എപ്പോഴാ? 2ാം വയസ്സിലല്ലേ? അടുത്ത ഡെവലപ്മെന്റ് എപ്പോ സ്റ്റാർട്ട് ചെയ്യും? അടുത്ത ഡെവലപ്മെന്റ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത്? 2ാം വയസ്സിലല്ലേ? അടുത്ത ഡെവലപ്മെന്റ് എപ്പോ സ്റ്റാർട്ട് ചെയ്യും? 2ാമത്തെ വയസ്സാകുമ്പോൾ അടുത്ത ഡെവലപ്മെന്റ് എന്തായിരിക്കും? ആലോചിക്കുന്നത്. കുട്ടികൾ 2ാമത്തെ വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ 2ാമത്തെ വയസ്സാകുമ്പോൾ ഒരു 2-3 വാക്ക് പറയാറില്ലേ? സംസാരിക്കാറില്ലേ? 2-3-4 വാക്ക് പറയാറില്ലേ? അപ്പൊ 2ാമത്തെ വയസ്സാകുമ്പോൾ ഒരു 3-4 വാക്ക് പറയാറില്ലേ? പറയാറുണ്ടോ? ഒരു 3-4 വാക്ക് പറയാറില്ലേ? സെന്റൻസിൽ 3-4 വാക്ക് പറയാറുണ്ടോ? ഒരു 3-4 വേർഡ്സ് സെന്റൻസിൽ പറയാറില്ലേ? 3-4 വേർഡ്സ് സെന്റൻസ് പറയാറില്ലേ? പറയാറില്ലേ? പറയാറുണ്ടോ? പറയാറുണ്ടോ? പക്ഷെ അത് കംപ്ലീറ്റ് ആണോ? അത് കംപ്ലീറ്റ് ആണോ? അത് കംപ്ലീറ്റ് സെൻസ് ആണോ? കംപ്ലീറ്റ് സെൻസ് ആണോ? 2ാമത്തെ വയസ്സിൽ 3-4 വാക്ക് സെന്റൻസിൽ പറയുമെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആണല്ല. പക്ഷെ അത് എപ്പോ കംപ്ലീറ്റ് ആവും? ഒരു 3 to 4 years ആകുമ്പോൾ ഫുൾ സെന്റൻസിൽ പറയാറില്ലേ? ഒരു 3 to 4 years ആകുമ്പോൾ ഒരു കാര്യം ഫുൾ സെന്റൻസിൽ പറയും. എക്സാമിന് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം ചോദിക്കാം, സോഷ്യൽ സ്മൈൽ വരുന്ന എപ്പോഴാ? എക്സാമിന്റെ ചോദ്യം ഫസ്റ്റ് ചോദ്യം ഇതാണ്, സോഷ്യൽ സ്മൈൽ വരുന്ന എപ്പോഴാ? 1.5 മാസം.
And the on step command follow എപ്പോഴാ? The on step command follow എപ്പോഴാ? On step command 7ാമത്തെ മാസം. And 3 to 4 sentence പറയുന്ന എപ്പോഴാ? 3 മുതൽ 4 sentence പറയുന്ന എപ്പോഴാ? 2ാമത്തെ വയസ്സിൽ. യെസ്, ക്ലിയർ ആയി? ഒരു ചാപ്റ്റർ കിട്ടിയോ? ഒരു ചാപ്റ്റർ കിട്ടിയോ? ഒരു ചാപ്റ്റർ കിട്ടിയോ? ഒരു ചാപ്റ്റർ കിട്ടിയോ? കിട്ടിയോ? നിങ്ങൾക്ക് അവസാനം പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ഓരോ ചാപ്റ്റർ ക്ലാസ്സിന് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓരോ ക്ലാസ് ആകുമ്പോൾ ചെറിയ ബ്രേക്ക് എന്ന് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓരോ ക്ലാസ് ഓരോ ചാപ്റ്റർ ഡിവൈഡ് ചെയ്ത് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഏതൊരു ചെറിയ ബ്രേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് നോക്കാം ലാസ്റ്റ്. ശരിയല്ലേ? ശരിയല്ലേ? ഇതാ ഒരു ചാപ്റ്റർ അല്ലേ? ഒരു ചാപ്റ്റർ ശരിയല്ലേ? സമയം കുറച്ച് ഒരു ചാപ്റ്റർ, 1 മണിക്കൂർ ചാപ്റ്റർ, 1 മണിക്കൂർ ഒരു ചാപ്റ്റർ സ്പീഡിൽ കണ്ടാലും പെട്ടെന്ന്. സോ ഞാൻ ചെറിയ ബ്രേക്ക് തരാം, ഒരു 10 മിനിറ്റ് ബ്രേക്ക്. സമയത്രേ?